ഇളതായി ചിണുങ്ങി നോക്കി. ഉച്ചത്തിൽ കരഞ്ഞുകൊടുത്തു. നെഞ്ചത്തടിച്ച് അലറിയാർത്തു. പദം പറഞ്ഞു വിലപിച്ചു. മോഹാത്സ്യപ്പെട്ടും നോക്കി. നമ്മുടെ ക്ഷൗരവിദ്വാൻ നെഹ്റു സാർ അന്തി ഉറങ്ങിയ കുടുംബത്തിൽ പിറപ്പെട്ടു. സമ്പന്നത കൊണ്ട് തറവാട് പൊറുതിമുട്ടുന്ന കാലം. പെറ്റുമ്മയെ നിക്കാഹിച്ചവൻ കോൺഗ്രസ് നേതാവായിരുന്നു. കായംകുളം കൊച്ചുണ്ണി എന്നായിരുന്നില്ല ഉമ്മയെ കെട്ടിയവന്റെ പേര്. എന്നിട്ടും കൊച്ചുണ്ണിത്വം സഹജ സ്വഭാവമായിരുന്നു, അല്ലെങ്കിൽ സ്വഭാവത്തിന്റെ സഹജതയായിരുന്നു. രാഷ്ട്രീയാസക്തി അത്രമേൽ ഉദ്ധരിച്ചു നിന്ന നേരത്താവണം ബീജദാന സമർപ്പണം. അതുകൊണ്ടാവും അങ്ങനെ സംഭവിച്ചത്. അല്ലെങ്കിൽ ഇത്രത്തോളം കൊച്ചുണ്ണിത്വം സ്വഭാവത്തിൽ കലരേണ്ട യാതൊരു കാര്യവുമില്ല. കുടുംബ സമ്പന്നത വിളിച്ചു പറയുന്ന നിലയ്ക്ക് മാംസകുമാരനായിട്ടാണ് വളർന്നത് കേട്ടോ. തുടുത്തു തൂങ്ങിയ കവിളുകളും ചൊക്കര കണ്ണുകളും ആ രൂപത്തിന് ഒരുമാതിരി മാർജാര സൗന്ദര്യം തന്നെ നൽകി. അതിവേഗത്തിലായിരുന്നു വളർച്ച. പിടിച്ചാൽ കിട്ടാത്ത നിലയിൽ വളർന്നു കളഞ്ഞു. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കോൺഗ്രസിനോടായിരുന്നു കമ്പം. കുറച്ചുകൂടി അങ്ങോട്ടേക്ക് വളർന്നപ്പോൾ സ്വതന്ത്രനായി മത്സരിച്ചു. അതായിരുന്നു ലാഭകരമെന്ന് വിചാരിച്ചു. സ്വതന്ത്രനായി മത്സരിച്ചു. സ്വതന്ത്രനായപ്പോഴൊക്കെ നല്ലോണം തോൽക്കാനും സാധിച്ചു. കെട്ടിവെച്ച കാശ് കിട്ടാതിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നേര്. സ്വന്തം തസ്കരാസക്തിയെ മാനിക്കാൻ തീരുമാനിച്ചപ്പോൾ കമ്മ്യൂണിസത്തോട് കലശലായിട്ടുള്ള കമ്പം കയറി. ക്ഷൗരവിദ്വാൻ അന്തി ഉറങ്ങിയ തറവാടിനെ മറന്നു. തന്നെ പെറാനായി ഉമ്മയ്ക്ക് ബീജദാനം ചെയ്തിട്ടുള്ള കോൺഗ്രസുകാരനെ ഓർക്കാൻ നിന്നില്ല. നേരെ തസ്കരോത്തമ ദ്വിമാറ തിരുമനസിന്റെ കീശയിലേക്ക് സമ്മതം സമർപ്പിച്ച് സഖാവായി. മരമന്നന്റെ കീശയെ സന്തോഷിപ്പിക്കാൻ സാധിച്ചു എന്നതുകൊണ്ട് മാത്രം തസ്കര സംഘത്തിനൊപ്പം മത്സരിക്കാൻ അവസരം ലഭിച്ചു എന്ന് പറയുന്നതാണ് നേര്. അതാണ് സത്യം. അങ്ങനെ പറയുന്നതാണ് ശരി. അടിമക്കമ്മികളും മന്ദങ്കമ്മികളും വിപ്ലവ വീര്യത്തോടുകൂടി അവരവരുടെ സമ്മതിദാനാവകാശം പാർട്ടിക്ക് അടിയറ വെച്ചു, പതിവ് പോലെ. സ്വാഭാവികമായും കോൺഗ്രസുകാരനുണ്ടായിട്ടുള്ള ആ മാർജാരമുഖൻ നടാടെ ജയിച്ച് നിയമനിർമ്മാണശാല കണ്ടു. അവസരം ലഭിച്ചപ്പോൾ കാട്ടുമരങ്ങളെ ഉപദ്രവിച്ചു, മലയുടെ പള്ള തുരന്നു, മണ്ണിടിച്ചു നിരത്തി, ജലവിനോദത്തിൽ വ്യവസായിച്ചു, ആഫ്രിക്കൻ മണ്ണിൽ ചെന്ന് കനക ഖനനം തുടങ്ങി, ആപാദചൂടം അഹങ്കരിച്ചു, തെരുവ് ഗുണ്ടയുടെ ഉശിരോടുകൂടി പൂച്ചമീശ പിരിച്ച് ജീപ്പിൽ ചാരി ഫേസ്ബുക്കിൽ പടമായി അങ്ങനെ അങ്ങോട്ടേക്ക് നിന്നു. ആരാധകർ അതുകണ്ട് ആനന്ദമൂർച്ഛയിൽ അലറിയാർത്തു, അപാരമായി പുച്ഛിച്ചു, കനത്ത നിലയിൽ വെല്ലുവിളിച്ചു. കനകക്കടത്തുകാരെ എക്സൈസും പോലീസും മാറി മാറി പിടിക്കാൻ തുടങ്ങിയപ്പോൾ ആദർശധീരനാവേണ്ടതിന്റെ ആവശ്യകത ഉള്ളിൽ ഉയർന്നു വന്നു. പോലീസ് മേധാവിയെ സംഘിയെന്ന് വിളിച്ച് സമുചിതം തെറി പറഞ്ഞു. തന്റെ കനകക്കുണ്ടന്മാരെ പിടിച്ച് ഗുദഖനനം നടത്തി കനകമുട്ടകൾ പിടിച്ചെടുക്കുന്നവരെ മൂക്ക് കയറിടാത്ത തസ്കരോത്തമനെ ഹാലിളകി തെറി പറഞ്ഞു. വളരെ സ്വാഭാവികമായിട്ടുള്ള സംഗതി മാത്രമാണത്. തന്റെ പിറവിക്ക് കാരണമാകുന്ന നിലയിൽ പെറ്റുമ്മയ്ക്ക് ദാമ്പത്യ സേവനങ്ങൾ നൽകിയ കോൺഗ്രസുകാരനെ ചുമ്മാതെ അങ്ങോട്ടേക്ക് ആ നിമിഷം ഓർത്തുപോയി. വെറുതെ ഒരു കാരണവുമില്ലാതെ അകാരണം എന്ന് പറയാവുന്ന സമ്പ്രദായത്തിൽ ഓർത്തുപോയി ഉണ്ടാക്കിയവനെ ഓർക്കുക മാത്രമല്ല, കോൺഗ്രസ് ആകാൻ കൊതിച്ചും പോയി. ക്ഷൗരവിദ്വാൻ നെഹ്റു സാർ അന്തി ഉറങ്ങിയ കുടുംബചരിത്രം ഉറക്കെ 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 പറഞ്ഞു നോക്കി. ഗാന്ധിയന്മാർ ഒട്ടും വകവെച്ചില്ല, കേട്ടതായി കൂട്ടിയില്ല, വിലപിച്ചു നോക്കി. രാഷ്ട്രീയ കേരളം അത് കേട്ടതായി കൂട്ടിയില്ല. ഗാന്ധിയന്മാർ മാത്രമല്ല, രാഷ്ട്രീയ കേരളവും കേട്ടതായി കൂട്ടിയില്ല. ഇളതായി ചിണുങ്ങി നോക്കി. ഉച്ചത്തിൽ കരഞ്ഞുകൊടുത്തു. നെഞ്ചത്തടിച്ച് അലറിയാർത്തു. പദം പറഞ്ഞു വിലപിച്ചു. മോഹാത്സ്യപ്പെട്ടും നോക്കി. തസ്കരോത്തമ തിരുമനസിന്റെ സ്വന്തം ആശ്രിതനായിട്ടുള്ള വിഡ്ഢി സുടേശൻ ഒട്ടും തന്നെ സഹകരിച്ചില്ല എന്ന് പറയുന്നതാണ് നേര്. സത്യം. അങ്ങനെ പറയുന്നതാണ് നേര്. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക കൊള്ള സംഘത്തലവനായിട്ടുള്ള ദ്വിമാറ തസ്കരോത്തമ സുൽത്താന്റെ കോപത്തിനിരപ്പെട്ടവനും ഒപ്പം തന്നേക്കാൾ തസ്കരവാസനയുള്ളവരുമായിട്ടുള്ള ഒരുവനെ മോഷണ സംഘത്തിലേക്ക് എടുക്കുന്നതിലുള്ള അപകടം വിഡ്ഢി സുടേശൻ തിരിച്ചറിഞ്ഞു എന്ന് ഉറപ്പായപ്പോൾ നാട്ടിലെ പാവപ്പെട്ടവരെ അങ്ങോട്ടേക്ക് ഓർത്തു. അകാരണമായി തന്നെ ഓർത്തു എന്നുള്ളതാണ് പറയേണ്ടത്. അത് തന്നെയാണ് സത്യം. അങ്ങനെ പറയുന്നതാണ് ശരി. അങ്ങനെ പറയുന്നതാണ് ശേലും. പാവപ്പെട്ടവനെ സഹായിക്കേണ്ടതിന്റെ ആവശ്യകത അതോടുകൂടി ഒരാവശ്യവുമില്ലാതെ മനസ്സിലാക്കി കളഞ്ഞു.
പാവപ്പെട്ടവരെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത അപ്പോൾ ഇങ്ങനെ ഉയർന്നു വന്നു ഉള്ളിൽ. അവരെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നും പക്ഷേ മത്സരിക്കാനുള്ള പൈസ 5 പൈസ പോലും കീശയിലില്ല എന്ന് പറഞ്ഞ് സ്വയം പ്രഖ്യാപിത പാപ്പരായി നോക്കി ഇരുന്ന ഇരുപ്പിൽ കരയുകയും ചെയ്തു. ആ കരച്ചിൽ കണ്ട് പോങ്ങനും സഹകരണ ബുദ്ധിയോടുകൂടി കരഞ്ഞു. ഖദർ ഷർട്ട് നനച്ചിട്ട് 2 ദിവസമായെന്നും അലക്കുകാരന്റെ ദാരിദ്ര്യം പരിഹരിക്കാനുള്ള വെറും 60 രൂപ പോലും കീശയിലില്ല എന്നും പറഞ്ഞ് മൂക്കും ചീറ്റി പദം പറഞ്ഞ് നിലത്തിരുന്ന് കരഞ്ഞ് കാറി മെഴുകി. ഒപ്പമിരുന്ന 2 കണാപ്പന്മാർ ചിരിക്കാതെ ചിരിച്ചു. 2 വശത്തും അങ്ങനെ അങ്ങോട്ട് ഇരുന്ന ആ കണാപ്പന്മാർ ചിരിച്ചു. എന്തായാലും ജയിച്ചാലുടൻ തങ്ങളെ സഹായിക്കുമെന്ന് കേട്ടപാടെ പാവപ്പെട്ടവർ തങ്ങളാൽ കഴിയും വിധം കാശ് നൽകാമെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങി എന്നാണ് അദ്ദേഹം പറയുന്നത്. 5000 കൊടുത്തവരുണ്ടത്രേ, 500 കൊടുത്തവരുണ്ടത്രേ, 100 കൊടുത്തവരും 10 കൊടുത്തവരും 5 കൊടുത്തവരുമുണ്ട് എന്ന് പറയുന്നു. അതോടെ ഒന്നും ഉറപ്പായി, അയാളും സ്ഥാനാർത്ഥിയാവും. ജയിച്ചാൽ ഇന്നാട്ടിലെ പാവപ്പെട്ടവർക്ക് കിടക്കപ്പുറതി കാണില്ല കേട്ടോ, കിടക്കപ്പുറതി കാണില്ല. സകല ദരിദ്രരെയും പിടിച്ച് അയാൾ ധനികരാക്കി മാറ്റും. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ കഴിയാൻ പാവപ്പെട്ടവർ കൊതിക്കുന്ന കാലം വരും. എവിടെ നോക്കിയാലും ബൂർഷകൾ മാത്രമാവും. എവിടെ നോക്കിയാലും ബൂർഷകൾ മാത്രം. നാട്ടിൽ ഒരൊറ്റ ദരിദ്രൻ പോലും കാണാത്ത നില വന്നാൽ കമ്മ്യൂണിസം തകർന്ന് തരിപ്പണമാവും. ദരിദ്രരും അതിദരിദ്രരുമാണ് കമ്മ്യൂണിസത്തിന്റെ അസംസ്കൃത വസ്തുക്കൾ. അവരില്ലാതായാൽ കമ്മ്യൂണിസം ഇല്ലാതാവും. തസ്കരോത്തമ സുൽത്താനും ഓന്റെ കെട്ടിയോളും ഓളുപെറ്റോളും ഓൾപെറ്റോളുടെ 2ാം നമ്പർ പുയ്യാപ്പളയും മറ്റു കുടുംബക്കാരും കൂടി കൊള്ള മുതലുമായി ഒട്ടക നാട്ടിലേക്ക് പൊറുക്കാൻ പറക്കും. ഒരൊത്ത മനുഷ്യ ബോംബിനെ അനുസ്മരിപ്പിക്കും വിധം അയാളിനി നിലമ്പൂറ്റിൽ സ്വയം ഒരു തീപ്പന്തമായി ആളിയാർക്കും. നിലമ്പൂറ്റിലെ കമ്മികൾ ചിറകുകരിഞ്ഞ ഈയലുകളെ പോലെ മണ്ണിലൂടെ തിരക്കിട്ട് അഭയം പരതി 4 പാടും പായും. ക്ഷൗരവിദ്വാൻ നെഹ്റു സാർ അന്തിയുറങ്ങിയിട്ടുള്ള വീട്ടിൽ അങ്ങനെ അങ്ങോട്ടേക്ക് പിറന്നു വന്നവനിലൂടെ കമ്മി കൊങ്ങികൾ ആളിക്കരിഞ്ഞ് തീരാൻ പോകുന്ന നിലയ്ക്കാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ കൂടിയായിട്ടുള്ള ആ സാധുജനപ്രേമിയുടെ സ്ഥാനാർത്ഥിത്വം മാറാൻ പോകുന്നതെന്ന് പറയുന്ന ഒരു നിരീക്ഷണമാണ് ഈ പോങ്ങനുള്ളത്. നിലമ്പൂരിലെ പാവപ്പെട്ടവരോട് പോങ്ങനൊരു രസ്യൻ അഭ്യർത്ഥനയുണ്ട്. ആ അഭ്യർത്ഥന പങ്കുവെക്കുക എന്നുള്ള ഉന്നത്തോടു കൂടിയാണ് ഇത്രയും ഡാവടിച്ചത്. എത്രയും വേഗം നിങ്ങളൊക്കെ നാട്ടിലുള്ള സമ്പന്നരുടെ, അത് അതിസമ്പന്നർ വേണം എന്നില്ല, സാധാ സമ്പന്നരായാലും ഏത് തരം സമ്പന്നരായാലും ആ സമ്പന്നരുടെ വീടുകളിൽ ട്യൂഷന് പോകണം പാവപ്പെട്ടവർ. ബൂർഷകളായി ജീവിക്കാൻ പഠിച്ചില്ല എങ്കിൽ ശീഘ്ര സമൃദ്ധി പകരുന്ന ആഡംബരത്തെ കൈകാര്യം ചെയ്യാൻ കഴിയാതെ ജീവിതം വലിയ പ്രതിസന്ധിയിലായി പോകും. വലിയ പ്രതിസന്ധി. ഈ വിചാരിക്കുന്നത് പോലെ അത്ര ലളിതമല്ല ഒരു സമ്പന്നന്റെ ജീവിത സമൃദ്ധി എന്ന് പറയുന്നത് കേട്ടോ. ദാരിദ്ര്യം പിന്നെയും സഹിക്കാം. സമ്പന്നത പകരുന്ന ആഡംബരാഘാതം അത്ര കണ്ട് നിസാരമായി അതിജീവിക്കാൻ കഴിയുന്ന ഒന്നല്ല. എന്തായാലും നിലമ്പൂരിലെ നിയുക്ത സമ്പന്നരായിട്ടുള്ള ദരിദ്ര ജനതയ്ക്ക് പോങ്ങന്റെ ആശംസകൾ. നിങ്ങളുടെ ജീവിതം സമൃദ്ധി കൊണ്ട് പൊറുതിമുട്ടട്ടെ. ഒരു നേരത്തെ പട്ടിണിക്കായി നിങ്ങളുടെ ആമാശയങ്ങൾ കൊതിക്കട്ടെ. ഇല്ലായ്മയുടെ വല്ലായ്മ ആശിക്കുന്ന ഒരു കീശ നിങ്ങൾക്കുണ്ടാവട്ടെ. ജനാധിപത്യം വളരെ അഭിമാനത്തോടുകൂടി തലകുനിക്കട്ടെ. വളരെ അഭിമാനത്തോടുകൂടി നമ്മുടെ ജനാധിപത്യം തലകുനിക്കട്ടെ. അത്രയും പോങ്ങന് പറയാനുള്ളൂ. വളരെ സന്തോഷം. എല്ലാ സ്ഥാനാർത്ഥികൾക്കും പക്ഷാഭേദം കൂടാതെ വിജയാശംസകൾ. I never got it, why'd you have to go? I guess this world's too slow for you. I think there's beauty in the gray, the cold, but you just want the gold. And there's no way